ഗോവ ആഘോഷങ്ങളുടെയും അധോലോക രാജാക്കന്മാരുടെയും നാട്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ കേട്ട് കൈയടിച്ചിട്ടുള്ള നിങ്ങൾക്ക് പുതിയ 2 അധോലോക ഭീകരന്മാരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇത്തവണ പോലീസിന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. നമ്മുടെ ഗെറ്റപ്പ് ആയിരുന്നല്ലേ ഗംഭീരായത്. ഭയങ്കര രസമായിട്ടുണ്ട്. ശരിക്കും നേരിട്ട് മത്സരത്തിൽ പോയിട്ട് ചിലപ്പോ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. അത് വിട്, നീ ആ സ്കീം അടിച്ച് സ്റ്റഫ് എടുത്തു ഇതിലേക്ക് ഓടി വെച്ചു. എന്താണ് ഇനി അതോട് ഓടിച്ച് സാധനം ഓമോഷണൽ കഴിക്കാതെ വേഗം ആട്ടറാ. ഇടുവായിട്ടോ ഇടച്ചടേ ഓടിക്കും. പക്ഷെ ബുദ്ധിമുട്ടിനൊരു കുറവുമില്ല. ഈ പ്രാവശ്യം ഭയങ്കര അബദ്ധം പറ്റി. എന്ത് പറ്റി? ഈ ഫാൻസി ഡ്രസ്സിലും കൂടി പങ്കെടുത്തിട്ടുണ്ട്. 50,000 പ്രൈസ് മണി ഉണ്ട്. ഈ 25,000 50,000 75,000 ഇപ്പൊ 50,000 നഷ്ടം വന്നില്ലേ? സെബാനെ നിനക്കിത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഡ്രസ്സിങ് ഇത്ര മനോഹരമായ പേര് ഇപ്പോഴല്ലേ പറഞ്ഞു. ഇത് കേട്ടിട്ട് ആകെ ടെൻഷനായി. നീ വേഗം ഒരെണ്ണെടുത്ത് സെറ്റ് ചെയ്തേ, ഞാനൊന്ന് വലിക്കട്ടെ. ഒന്ന് ഒറ്റയ്ക്കോ? അത് വേണോ? ഈ ശരീരത്തിൽ ഇത്രയും പുകവിടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. എടാ, പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ബേണി ഇഗ്നേഷ്യസ് കടലിനെ പറ്റി പറഞ്ഞ എന്താ അറിയോ? സീ മദർ ഈസ് ഇന്റർനാഷണൽ തീഫ്. എന്ന് വെച്ചാ എടാ, കടലമ്മ കള്ളിയാണെന്ന്. ഡാഡാമേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ പപ്പയടാ ആ നക്ഷത്രമായിട്ട് ഉദിച്ച് നിൽക്കുന്നു. അപ്പൊ എനിക്ക് എത്ര അച്ഛന്മാരാ? അല്ല, കണ്ടമാനം നക്ഷത്രം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. സെൻട്രൽ പോയിന്റ് ജോലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ പപ്പ. അപ്പം ബാക്കിയുള്ളതോ? അതൊക്കെ എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സാ. പപ്പ, ഐ ലവ് യു പപ്പ, ഐ മിസ് യു. മൊത്തം കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞ ഒന്ന് ഒറ്റയ്ക്ക് വലിക്കണ്ട, ഞാൻ വലിച്ചു വിടുന്ന പുകെടുത്താൽ മതിന്ന്. അപ്പൊ കേട്ടില്ല. ഇനി കുറച്ചു നേരം പുളിവെള്ളത്തിൽ കുതിർക്കാൻ. എന്റെ സ്റ്റാർ പപ്പ. ആ, രാവിലെ പുട്ടും കൂട്ടി അടിക്കാം. പോകല്ലേ പപ്പ, പോകല്ലേ പപ്പ. എടാ, പപ്പ പോവല്ല, എന്നെ എടുത്ത് ഞാൻ പോവുക. നീ ഒരാഴ്ചയ്ക്ക് നിൽക്കും.
सिर्फ 5 रुपया No, no, चलो चलो. प्लीज। जा, जा, 5 जा. रुपया I don't want. Go away. प्लीज। No, no, 5 please रुपया go. सुपर नहीं चाहिए. जाओ यहाँ से. सर प्लीज। अरे go man. ए चोर चोर पिड़ी पिड़ी अरे, चोर साले, चोर जा. पकड़ो उसे पकड़ो। Stop there. Idiot. അതിനെന്നെ കാണിച്ചു കൊടുത്ത്. നീ എങ്ങനെ ഓടി രക്ഷപ്പെടും? ഞാൻ അങ്ങനെയല്ലല്ലോ. അവൻ നമ്മളെക്കാൾ വലിയ പോക്കലടിക്കാരനായിരുന്നടാ. ശരിയാ. എടാ കംപ്ലീറ്റ് 10 നോട്ടുള്ള മലയാളിന്റെ പേഴ്സാ. ഏയ് എടാ ഈ ഗോവരി ഞാൻ ഭയങ്കര ഫേമസ് ആട്ടോ. എന്റെ ഫോട്ടോ എടാ പോത്തെ അത് നിന്റെ പേഴ്സ് തന്നെയാ. ശരിയാണല്ലോ. ആ ഇതിലും കോമ്പറ്റീഷനായി ഐറ്റൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. പിടിക്കേണ്ടി വരും. ए भाई माल मिलेगा? ये लो. इधर तो मिलना मुश्किल है अभी. सब जगह पुलिस से क्यों? थैंक यू. आराम से लेके जाओ. मैं जा रहा हूँ. ഡാ സബാനെ കൊത്തിയടാ ഓടി വാടാ. പിടി പിടി ഭയങ്കരനാ. പിടിച്ചോ പിടിച്ചോ. കണ്ട ഇതിനാണ് ഈ മസിൽ പിടിച്ചത്. എടാ ഇത് ഞാൻ കൊരുത്തിട്ട മീനാ. കൊമ്പൻ സ്രാവായിരുന്നു, അത് വിട്ടുപോയി. എടാ ഇത് മതി ഞാൻ നടുക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ. വേണ്ടാത്തവരെ പണിക്ക് ഇറങ്ങിയിട്ട് 2-3000 റുപ്യന്റെ കഞ്ചാവ് ആ പറന്നു പോണ്. ഏ ആ ഒറ്റ നാട് തിരിഞ്ഞേ. ഡാ എന്തായാലും ഈ സാധനം കൊണ്ട് നമ്മൾ ഇറങ്ങിയല്ലേ, ഈ ചൂണ്ട വെച്ചൊരു പണിയുണ്ട്. എന്ത് പണി? നീ കണ്ടോ? വാടാ. ചൂണ്ടട ഞാൻ എന്താ പഴനി? ഹലോ സർ, യു വാണ്ട് സ്റ്റഫ്? കം ഓൺ. ഡാ ഡാമിയ ഡാ കസ്റ്റമർ സൂക്ഷിച്ച്. എങ്ങനെയുണ്ട് എന്റെ ഇൻസ്റ്റന്റ് ഐഡിയ? അടിപൊളി. പെട്ടെന്ന് പോലീസിന് മനസ്സിലാവും. താങ്ക്സ്. उड़ो 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 साहब बुला रहे हैं. चलो उठ. चला उठो उठो. चल. സാബിനോട് 2 ബക്കറ്റ് नो കൊണ്ടുവരാം. नो नो चलो. ഇനി ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ ചവിട്ടും കേട്ടോ. അത്രയൊക്കെ വേണം. നമ്മുടെ അടുത്ത് ബില്ല് കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളവർ അറിഞ്ഞോ? Sir, here's your shot. എന്താ സംഭവം? Please sit down. ഇന്നലെ നമ്മൾ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? വഴിയൊക്കെ കണ്ടുവച്ചോട്ടോ. Dear you. അയാളെന്താ തിരിഞ്ഞു നിൽക്കുന്നത്? ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെയായിരിക്കും. ഒരു ഡയലോഗ് തുടങ്ങുന്നതിന് മുന്നേ തിരിഞ്ഞേക്കും. സിനിമയിലെ കണ്ടില്ലേ? ഇനി അടിച്ചു മൂത്തിട്ട് പിടിച്ചു നിൽക്കുന്നതാണോ? ഏയ് കണ്ടിട്ട് നല്ല കപ്പാസിറ്റി ഉണ്ടല്ലോ. I'm Gabriel Jonathan. Damien Saban. റിച്ചാർഡ് ക്രൂസ്. അറിയാ ആളിവിടെ പെരിയ പേര്. നിങ്ങൾ കാര്യം എന്താന്ന് പറയും? Cool man, I'll tell you. Jenny, Yes, sir. please. Yeah, look at this. എടാ നമ്മളെ ഫോട്ടോ. നോക്കട്ടെ. സാർ ഞങ്ങളെ ഫാനാ. நான் கொஞ்ச காலமா நீங்களை ஃபாலோ பண்ணிட்டு இருக்கேன். நீங்கள் செய்யற காரியங்கள் எல்லாம் சின்ன சின்ன காரியங்கள் தான் பண்ணிட்டு இருக்கேன். இந்த சின்ன சின்ன காரியங்கள் எல்லாம் பண்ணிட்டு லைஃப்ல செட் ஆக முடியாது. பெரிய பெரிய காரியங்கள் பண்ணணும். பெரிய பெரிய காரியங்கள் பண்ணா லைஃப்ல செட்டில் ஆகும். பட் ரிஸ்க் எடுக்கணும். അതിന് ഞങ്ങളെന്താ ചെയ്യണ്ടേ? நான் പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഗോവ മിനിസ്റ്റർ സാവിയർ അറൂർ അറിയുമോ? ഞങ്ങൾക്ക് ഞങ്ങൾ അച്ഛനും അമ്മയും ആരാന്ന് തന്നെ അറിയില്ല. പിന്നെയല്ലേ സാവിയർ അറൂർ. கதிர் நம்ம பிளான் ஃபுல்லா டீட்டெயிலா இவங்க 2 பேருக்கும் சொல்லி கொடுத்துறோம். He will teach you. Okay? All the best. Jenny? നീ എന്തിനാ ആവശ്യമില്ലാത്ത പണി ഏറ്റെടുക്കാൻ പോയി? അല്ല എന്താ കാര്യം എന്നറിയാലോ. എടാ എടുത്ത് ചാടരുത്, ആലോചിച്ചിട്ട് വേണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മൂപ്പരെ കണ്ടിട്ടൊരു മാന്യനാ. നമ്മൾ പോയ സ്ഥലങ്ങൾ, ചെയ്ത പണികൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടു. ഏയ് ഇക്രു, ആ ഗബ്രിയിൽ പറയും പോലെ നമുക്ക് കളന്ന് മാറ്റി ചവിട്ടിയാലോ? എന്ത് കളം? കൊട്ടേഷൻ. ഓടിച്ചെന്ന് കൊച്ചിപ്പിച്ചാത്തിക്ക് കാലിലെ നഖം വെട്ടുന്നവരല്ല കൊട്ടേഷൻ. വലിയ റിസ്കാ. എടാ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടെന്ന് ചെറിയ ചെറിയ റിസ്ക്കാ.
ഈ ഒരൊറ്റ വലിയ റിസ്കോട് കൂടി നമ്മൾ ഈ പണി നിർത്തും. പിടിച്ചാൽ അതോടുകൂടി നമ്മുടെ പണിയും തീരും. ബാക്കി വരുന്നിടത്തിച്ച് കാണാം. ഇത് ക്ലിക്കായ മറ്റന്നാൾ മുതൽ നമ്മൾ ഈ കോവയിലെ രാജാക്കന്മാരാ. ഓക്കെ അല്ലേ? भाई साहब गाड़ी इधर होगी. Hi, good morning. അതെ ഇന്നലെ മറ്റേ ടൈല് ബാക്കിയിരിക്കില്ല. അതല്ലേ അവൻ ഇന്നലെ അളവ് മാറി കട്ട് ചെയ്ത് കളഞ്ഞു. ആ നീയല്ലേ ഈ അളവെടുക്കാൻ അറിയാത്ത ഇവനൊക്കെ കൊണ്ടുവന്നത്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ചമ്മിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ പുള്ളി മിണ്ട് കലന്ന്. എനിക്കറിയായിരുന്നു, ഞാൻ ഇട്ട് നോക്കിയത്. കൂട്ടായേ ഇവരെ കൊണ്ട് കട്ട് ചെയ്യിക്കല്ലേട്ടാ. ഇല്ലില്ല, ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് നിർബന്ധം തോന്നുന്നു. ഇന്നത്തെ പണി ഇവിടെ ആക്കിയാൽ ഇതൊക്കെ കാണും. പണി തീരാതിരുന്നാ മതിയായിരുന്നു. വിളിച്ചോണ്ട് വേണം അല്ലേ അങ്ങേറെ പണി വന്നില്ലേ? നിങ്ങൾ തുടങ്ങിക്കോടാ, ഞാൻ അങ്ങോട്ട് വരാന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് കണ്ട് സൂക്ഷിക്കണ്ട കേട്ടാ. ഇവര് നമ്മളെ പോലെ പണിയെടുക്കണ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആര് പണിയെടുക്കും? ഞങ്ങളല്ലേ പണിയെടുക്കുന്നു. ഇവന്റെയൊക്കെ വിചാരം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാവൽക്കാരനാണെന്നാണ്. എത്ര നേരമാണ് ഞാൻ ഹോൺ അടിക്കുന്നത്? ഇതെന്താണ് ഇത്ര ഹോൺ അടിക്കാനായിട്ട്? പാലിയക്കര ടോളാണെന്ന് വിചാരിച്ച ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ലെന്ന് സാറിന് അറിയാൻ പാടില്ലേ? ഇവിടെ പിന്നെ ഹോൺ അടിക്കാൻ സ്മോൾ അടിക്കാൻ പറ്റുമോ? അയ്യേ, ഈ കാലത്ത് തന്നെ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടി വിളിക്കാൻ മറക്കരുത്. ഹോൺ അടിക്കണ്ട, ഒരു വിസിൽ അടിച്ചാൽ മതി. ശരി, ഓക്കെ. അയ്യോ സാറേ പോലെ പോലെ ഇന്ന് വില്ലേലെ വാർഷിക പൊതുയോഗല്ലേ, സാർ വരില്ലേ? പിന്നെ വരില്ലെന്നാ. ഇന്ന് കുറച്ച് കളക്ഷൻ കൂടുതലിടുന്ന ദിവസോ. മാത്രമല്ല നാളെ കുറച്ച് അധികം സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് വിൽക്കാനുള്ള ആൾക്കാരെ നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ജോഗിങ്ങിന് ഇറങ്ങിയതാ, ഭാഗ്യത്തിന്റെ ഒരു ഓട്ടോ കിട്ടി. ഓ സാറേ നാളെ കാണാം. ഓക്കെ. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? അങ്ങനെ എപ്പോഴും ഇല്ല, നടക്കാൻ പോണ ദിവസങ്ങളിൽ മാത്രം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് സിസിലിയുടെ പോളിസി. വെളുപ്പിനെ ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അവള് പറയും പോയി 5-6 കിലോമീറ്റർ നടന്നിട്ട് ശുദ്ധമായി ചോദിച്ചിട്ട് വരാം. എന്റെ സാറേ ഇതിനു വേണ്ടി രാവിലെ എനിക്ക് നടക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ട്രെഡ്മില്ലിൽ മേടിച്ച് വീട്ടിൽ വെക്ക്, സംഭവം ഓക്കെയാ. അപ്പൊ ശുദ്ധമായോ? ശുദ്ധമായി പുറത്തു വരുത്തിട്ട് അകത്ത് വന്ന് ചെയ്താ പോരെ? അല്ല ചോമനെ, അത് ലാഭമായിരിക്കും. ഈ ഓട്ടോ വിളിക്കുന്ന കാശ് വെച്ച് നോക്കുമ്പോ പക്ക ലാഭം. സാറിന് വേണമെങ്കിൽ പറ, ട്രെഡ്മിൽ എന്റെ അടുത്തുണ്ട്, നാളെ രാവിലെ ഞാൻ ഇവിടെ എത്തിക്കാം. അപ്പോഴേ ഞാൻ സിസിലിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നാളെ പറയാം. ഓക്കെ ശരി. മാറിക്കോട്. പോണണ്ടില്ലേ, വൈഫിനോട് ചോദിക്കണോന്ന്. ഉളുപ്പില്ലാത്തവൻ പെൺകോന്തരാണെന്ന് ഭാര്യ ഭയങ്കര പേടിയാ. പെട്ടി കെട്ടിയതാണ്, കണ്ടിട്ടില്ല തള്ളന ഒരു ചെങ്കാറ് പോലെ ഇരിക്കണത്. ഇതൊക്കെ പുള്ളി അറിഞ്ഞാണ്ടല്ലോ. ഇതൊക്കെ ആരും എന്ന് പറയാ, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ത് കാര്യത്തിന്? സാറേ സാറേ ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നോക്കിയപ്പോ വണ്ടി ഡൂക്കാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആസ് യു ഓൾ നോ, ഇന്ന് നമ്മളിവിടെ അടിയന്തരമായി കൂടിയിരിക്കുന്നത് നമ്മുടെ അസോസിയേഷന്റെ 7ാമത് വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ച് ആലോചിക്കാനാണ്. നമ്മുടെ ഭാവി കാര്യപരിപാടികളെ കുറിച്ച് നമ്മുടെ സെക്രട്ടറി അനന്തൻ സാറ് വിവരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എത്ര കാലമായി പ്ലേ സ്കൂൾ തുടങ്ങാനുള്ള കാര്യം ചർച്ച ചെയ്യുന്നത്? അതിന്റെ കാര്യം എന്തായി? കുട്ടികളെ ഫുൾ ഡേ വീടിനകത്ത് പൂട്ടിയിടുന്നതും ഒരു പ്രോബ്ലം തന്നെയാ. കഴിഞ്ഞ മാസം കലൂരിലൊരു ഫ്ലാറ്റിൽ നിന്നൊരു പയ്യൻ ബാൽക്കണിയിൽ നിന്ന് വീട് മരിച്ചു. അത് കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ഒരു ടെൻഷനാ. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് സേഫായിട്ട് കളിക്കാനും പഠിക്കാനും ഒരു സ്പേസ് വേണം. ഇപ്പൊ തന്നെ ആനിവേഴ്സറിക്ക് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. അതിനിടയില് പ്ലേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ അസോസിയേഷന്റെ ബിൽഡിംഗ് കിടപ്പുണ്ടല്ലോ. പിന്നെ വേണ്ടത് ഒരു പ്ലേ സ്കൂൾ ടീച്ചർ. അതിന് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അത് ശരിയാ. അല്ല, സ്ഥലവും സൗകര്യം മാത്രം പോരല്ലോ, ഇതിനകത്തേക്ക് വേണ്ട പ്ലേയിങ് എക്യുപ്മെന്റ്സ്, ചെയർസ്, ടോയ്സ് ഇതൊക്കെ വേണ്ടേ? അതിന് നല്ലൊരു എമൗണ്ട് ആവും. ഈ പറഞ്ഞ ചെയറും പ്ലേയിങ് എക്യുപ്മെന്റ്സും അതുപോലെ പ്ലേ സ്കൂളിന് വേണ്ട എന്ത് സാധനമാണെങ്കിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിച്ചു തരാം. പർച്ചേസിംഗ് ചാർജ് മാത്രം തന്നാ മതി. എനിക്ക് ഇതിൽ നിന്ന് ഒരു ലാഭവും വേണ്ട. കുട്ടികളുടെ കാര്യമല്ലേ. ജോമോൻ നല്ലൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് കൈയടിച്ചങ്ങ് പാസ്സാക്കാം. ഫെമി, നമ്മുടെ പി എൻ നന്ദൻ സാറും സ്ഥലത്തില്ലേ? ആ ഉണ്ട്, രാവിലെ തന്നെ പുറത്തോട്ട് കാറിൽ പോകുന്ന കണ്ടു. ആ അതെ, അവരുടെ മോൻ മരിച്ചിട്ട് 1 വർഷമായില്ലേ. അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. നല്ല കുട്ടിയാട്ടോ. നന്ദ, കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് ഡോർമെറ്ററിയിലേക്ക് പോകാം. അവിടെയാണ് ഫോട്ടോ എടുക്കാൻ സൗകര്യം. അയ്യോ, ഫോട്ടോ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഓടിയിട്ട് ഈ ക്യാമറയും ബഹളമില്ലാതെ വരുന്ന ആദ്യത്തെ ആളാണ് നന്ദൻ. നേരത്തെ പ്രിയ ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കാഞ്ഞതാ, എന്താ നന്ദന്റെ കുഞ്ഞിന് സംഭവിച്ചത്? സ്കൂൾ ബസ് ആക്സിഡന്റ് ആയതാ. ജനിച്ചപ്പോൾ തന്നെ അവന് കുറച്ച് ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ അങ്ങനെയുള്ള കുട്ടികളെക്കാളും വളരെ ആക്റ്റീവ് ആയിരുന്നു അവൻ. പ്രിയ അങ്ങനെയാണ് അവനെ വളർത്തിയത്. പക്ഷെ പെട്ടെന്നുള്ള അവന്റെ മരണം പ്രിയ ഒരുപാട് തളർത്തിക്കളഞ്ഞു. കുറെ നാൾ റൂമിനുള്ളിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലോങ് ലീവ് എടുത്ത്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട്. ആ പോവാം പ്രിയ. ബൈ. ടാറ്റ പറയൂ. കൊടുക്ക. എന്നാ ഞങ്ങൾ പോയിട്ട് വരാച്ചോ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊരു കോഫി കുടിച്ചാലോ? ഏ അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് ആക്കാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. പറയൂ സർ. തന്റെ ഫേവറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന പ്രിയ. ഡോ
ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എടി ജാൻസി എത്ര ഓടിയിട്ട് നിന്റെ ഈ തടി കുറയുന്നില്ലല്ലോ ഓടി സാറിന്റെ വയറും കുറയുന്നില്ലല്ലോ. അതും ശരിയാ. ആ പറമ്പ സാറേ, ഇന്നത്തെ പേപ്പർ കണ്ടായിരുന്ന നമ്മുടെ പ്ലേ സ്കൂൾ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമുണ്ട്. കണ്ടില്ല? പേപ്പറിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഞാൻ അത് നോക്കാറില്ല. ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമില്ല. അതൊക്കെ ഒരു സമയം കൊല്ലി സാധനമല്ലേ. അത് പ്രായമായിട്ടാ. ഓ, സോഷ്യൽ മീഡിയ ഒക്കെ ഞങ്ങളെ പോലെയുള്ള ഫ്രീക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. വർമ്മ സാർ ഇപ്പൊ ചെറുതായി വരാണല്ലോ. ആണോ? ഓഹോ. ശ്ശോ, എനിക്ക് വയ്യ. ഉവ്വേ. കണ്ടോ, ജാൻസിയും പോയി. ഈ ബയോഡാറ്റ കുഴപ്പമില്ല. ഇത് പുഷാണ് ഫുള്ളാണ്. നോക്കാം. സാറിന് ലൈറ്റ് ആയ മാഡത്തിന് മീഡിയം ചായ, സാറിന് വിത്തൗട്ട് പാലുമ്പോഴല്ലേ? അതിനല്ലേ വിളിച്ചത്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഓക്കെ സാർ. ഇങ്ങനെ ഇരുന്ന് ആര് വിളിച്ചാലും പഴയ പണി ഓർമ്മ വരും. നോക്കട്ടെ. എടോ കാർന്നേരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. താങ്ക് യു സർ. രാംദാസ്. അതെ സർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. വെരി നൈസ്. പഴയ ട്രാൻസ്പോർട്ട് വെച്ച് പെയിന്റ് അടിച്ചേക്കണ പോലെ കോട്ടിട്ട് വന്നേക്കണതാ. കൊള്ളൂലട്ടാ. എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ LKG UKG 1, 2, 3. അതെ, നിങ്ങൾ പഠിച്ച കാര്യമല്ലേ ചോദിച്ചത്, എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ. ശിങ്കാരി വെള്ളത്തിന് പോകണ്ട. അതിന്റെ ആശാനാണ് സാറിന്. ഞാനിവിടെ നിന്ന് അറിയിക്കാം. ഇപ്പൊ പോയിക്കോളൂ സാറിനെ മറക്കരുത് സാർ. സാറും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. ഞാനിപ്പോ പറഞ്ഞു. താങ്ക് യു സാർ. എന്നെ ഉപേക്ഷിക്കരുത് സാർ. ശരി സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് നോക്ക്. സെബാസ്റ്റ്യൻ അല്ലേ? അതെ. നല്ല പേര്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയോ? അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കട്ടെ. വാട്ട് ഡു യു മീൻ ബൈ കിൻഡർ ഗാർഡൻ? മേഡത്തിന് പറയാൻ പറ്റുമോ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ പിള്ളേരെ കൊണ്ട് ഇരുത്തുന്ന സ്ഥലം അല്ലേ? സാറിന് പറയാൻ പറ്റുമോ? അതൊന്നും അല്ലേ. അത് പിന്നെ പറഞ്ഞ LKGക്കും UKGക്കും പുറകിലുള്ള KG ആണ് ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻ. സാറ് പറഞ്ഞ ശരിയുമാണ് കേട്ടാ, പക്ഷെ തെറ്റുമാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ പിതാവ് ജർമ്മൻകാരനായ ഫെഡറിക് ഫ്രിബോളാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന വാക്കിന്റെ മീനിങ് കുട്ടികളുടെ തോട്ടം എന്നാണ്. ബട്ട് അത് മുന്നോട്ട് വെക്കുന്ന തോട്ട്സ് എന്താണ്? അങ്ങനെയുണ്ടോ? എക്സ്ക്യൂസ് മീ. ഈ തോട്ടത്തിലെ ചെടികൾ കുട്ടികളും തോട്ടക്കാർ ഞങ്ങൾ ടീച്ചേഴ്സും ഇവരെ വേണ്ട രീതിയിൽ നട്ടു നനച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും നല്ല പൂക്കളും കായ്കളും സൃഷ്ടിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പ്ലേ, ലവ് ആൻഡ് ലേൺ, കളിച്ച് ചിരിച്ച് പഠിക്കുക. അതിന് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പേരൻസ് ഇൻവോൾവ് ആയിരിക്കണം. കാരണം പേരൻസിനെയാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത്. ഉറപ്പിക്കാല്ലേ? ഓക്കെ ആണ്, പക്ഷെ ഇത്തിരി മൂപ്പല്ലേ. എന്റെ പൊന്നു സാറെ, പ്രായം കൂടിയെന്നും പറഞ്ഞ് ഇതിന് പെൻഷൻ കൊടുക്കൊന്നും വേണ്ട, ഇത് മതി. അല്ലടാ, നമുക്കൊരു ലേഡി ടീച്ചറെ വെച്ചാ മതി. എന്താ ലേഡീസ് ടീച്ചറിലെ നല്ലതെന്ന്? ഓ, ഇവിടെയുള്ള ലേഡികൾ പിള്ളേരെ നോക്കാത്തോണ്ടാണ് ഇങ്ങനെ സ്ഥാപനം തന്നെ തുടങ്ങുന്നത്. ഓ, അത് ശരിയാ. എന്താന്ന് വെച്ചാ ചെയ്യാ. മിസ്റ്റർ സെബാസ്റ്റിനെ ഈ കിൻഡർ ഗാർഡന്റെ ടീച്ചറായി നിയമിച്ചിരിക്കുന്നു. സാലറി പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ക്വാളിറ്റി അതെനിക്ക് വളരെ നിർബന്ധം. അത് ഞങ്ങൾക്ക് നിർബന്ധം. എന്റെ കിൻഡർ ഗാർഡനിലേക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ ഇമ്പോർട്ട് ചെയ്യും. അതങ്ങനെ ശരിയാവും. ഈ വില്ലയിലേക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും ഞാനാ സപ്ലൈ ചെയ്യണത്. എന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങൂ. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചാലും ഇവര് സമ്മതിക്കണ്ടേ? അത് കുഴപ്പമില്ലെന്നേ, ഇയാൾ സപ്ലൈ ചെയ്യട്ടെ. സമ്മതം. ഓക്കെ, അഗ്രി. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്റെ നെഞ്ചത്ത് തന്നെ തേങ്ങാടിച്ച് നിനക്ക് തുറന്നല്ലടാ സാറേ. ഹലോ, പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ കേട്ടു. ഭയങ്കര അറിവാണല്ലേ. സാറിന്റെ പേരെന്താ? മൈ നെയിം ഈസ് പ്രഭാവർമ്മ. ഞാനേ ഒരു സെൽഫി എടുത്തോട്ടെ. എന്റെ ഒരു കൊതിയാ.
സാറിന്റെ ഈ ലുക്കിനും ഈ ഡയലോഗിനും പറ്റിയ പേര് ആണോ? എല്ലാരും പറയാറുണ്ട്. അറിവിന്റെ നിറകുടവും മുത്ത്. ഇത് ഞാൻ ടാഗ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യും, വൈറലാക്കും. കുറച്ച് മെന്റൽ ഉണ്ടല്ലേ? പോട്ടെ. മെന്റലോ? എന്താ ഒന്നുമില്ല ആകെ ഒരു ഇത് എത്ര നേരം ഞാൻ ഈ താലവും പിടിച്ചോണ്ട് നിൽക്കുന്ന? സാർ ഇതിനകത്തുണ്ടായിരുന്നു. നന്ദ സാറേ, ഉദ്ഘാടനത്തിന് സമയമായി. സെബാസ്റ്റ്യൻ സാറോടെ പോയി. പുള്ളി വരില്ലെന്നാ പറഞ്ഞത്, നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു, അതാ. സെബാസ്റ്റ്യൻ സാറേ, വാ, തുടങ്ങാം. എല്ലാരും വന്നേ. ഒന്ന് വാങ്ങ. അപ്പൊ ചടങ്ങ് തുടങ്ങാം. അപ്പോ എല്ലാവരുടെ അനുഭവത്തോടെ നമ്മള് കിൻഡർ ഗാർഡൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ തന്നെ അടുത്തുള്ള അപ്പാർട്ട്മെന്റുകാർ ചോദിച്ചു തുടങ്ങി. ചുറ്റുവട്ടത്തൊന്നും വേറെ നല്ല കിൻഡർ ഗാർഡൻ ഇല്ല അല്ലേ? നല്ല സ്കൂളാണെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്. മോൾക്ക് ഇഷ്ടായോ? ഇവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, വൺ ഫോട്ടോ പ്ലീസ്. മോള് ചിരിച്ചേ. ഇതെന്താ? ഇത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ആന്റി, എനിക്ക് ആ ബലൂൺ എടുത്ത് തരാവോ? ഇതോ? അമ്മേ, ബലൂൺ വേണം. ആ, ഇത് നോക്കിയ മോനെ, കണ്ടോ? ഇതെന്തോ ഇത്? ഐസ്, നോസ്, സെറ്റപ്പ് കൊള്ളാലോ. എന്ത് കൊള്ളാന്ന്? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് സാറേ. ഇത് കണ്ട, പ്ലൈവുഡ് ആണ്, ചെതലെടുക്കും. ആര് പറഞ്ഞു നല്ല പ്ലൈവുഡ്? അതുമല്ല, ഇത് കൊറിയയുടെ ഏറ്റവും ലോ ക്വാളിറ്റി സാധനമാണ്. അതങ്ങനെ മനസ്സിലായി? ഇത് കണ്ടില്ലേ, കസേരക്ക് പൊക്കമില്ലാത്തത്? ഒന്ന് പോടോ സാർ. ഈ കാണുന്ന ബലൂൺ കണ്ടില്ലേ, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞെക്കിയ പൊട്ടിപ്പോവും. നല്ല ആളാ. മിക്സി കൊണ്ടുവരാന്ന് പറഞ്ഞു. മിക്സി വൈകിട്ട് കൊണ്ടുവരാം. ഒരു മിക്സിയുടെ ഓർഡർ ഉണ്ടായിരുന്നേ. നന്ദന്റെ ലീവ് തീരാറായില്ലേ? ഇല്ല, കുറച്ച് ദിവസമുണ്ട്. പ്രിയ എവിടെ? പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു. മോനെ, എന്താണോ പറയാതെ പോന്നെ? എന്താണ് തനിക്ക് പറ്റിയ? കുട്ടികളുടെ ബഹളമൊക്കെ കേട്ടപ്പോ ജസ്റ്റ് നന്ദേട്ടാ ഒന്നാ വാതിലടയ്ക്കോ പ്ലീസ്. താനിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നാണോ പ്രശ്നം? ഗോവയിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നും പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല. ഞാൻ ശ്രമിക്കാത്തോണ്ടാണോ? പറ്റണില്ല. താനെഴുന്നേറ്റ് വാ. അവിടെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്റെ മോളെ ശരിയാവും. വാ. വേണ്ട, അവരെ കാണുമ്പോ എനിക്ക് നമ്മുടെ മോനെ ഓർമ്മ വരുന്നത്. ഉപ്പേരിക്കരിയും പോലെ അരിഞ്ഞാളും. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഗോവയില് കള്ളക്കടത്ത് നടത്തി ജീവിച്ച ആളാ ഞാൻ. പെട്ട്
സാറ് കള്ളക്കടത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കള്ളക്കടത്തല്ല, കുട്ടികൾ കള്ളത്തിന് പറഞ്ഞ് വളരരുത് എന്ന് പറഞ്ഞതാ. അയ്യോ അതായിരുന്നാ? അയ്യോ ഞാൻ വെറുതെ സാറിന് സംശയിച്ചു. അല്ല അപ്പൊ ഈ കത്തി? അല്ല, ഇത് ചെറിയൊരു മാജിക്. അയ്യോ മാജിക് ആയിരുന്നു. ദൈവമേ സത്യം. ഞാൻ അങ്ങോട്ട് വഴി പോയപ്പോ സാറിന്റെ കത്തിയില്ല, തിരിച്ചിങ്ങോട്ട് വന്നപ്പോ കത്തിയും ആപ്പിളും. ഇത് അത്ഭുതം തന്നെ. സാറന്മാരെ ഇങ്ങനെ തന്നെ വേണം. മാജിക്കിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കത്തി കൊണ്ട് വേറെ വല്ല ഐറ്റം ചെയ്യോ? ഇത് വയറ്റിൽ കുത്തിയിറക്കുന്ന റൈറ്റ് ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട. വയറ്റിൽ കൂടെ കുത്തി കയറ്റിട്ട് കഴുത്തി കൂടെ പുറത്തെടുക്കണല്ലേ, അത് പഴയ ഐറ്റം. അയ്യോ ഇതല്ല, കുത്തി കഴിഞ്ഞാ പിന്നെ തിരിച്ചെടുക്കൂല. കുത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കൂല? വേണ്ട സാറേ, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. സാറ് ജയിലിൽ പോയി കിടന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് സാറേ? ആ കുത്തിക്കരുന്ന ഐറ്റം വേണ്ട. ഓക്കെ സാറേ. സെക്യൂരിറ്റികൾക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാറേ സാറേ ഏതൻ അവിടെ അപ്പിട്ടു. ഞാനെന്താ അപ്പി കഴിക്കുന്ന മെഷീനോ? അശോക, നിന്റെ പുറകെ കൊമ്മനാണ്, എന്റെ പുറകെ പിടിയാണ്. നോക്കിക്കണം. കമ്മിറ്റി പറയല, കമ്മിറ്റി പറയണം, അല്ലാതെ പറഞ്ഞു. ആഹാ, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇത് എന്നാടാ പാടാ? തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. എന്റെ പൊന്നു ജോയി, ഒന്ന് സ്പീഡാക്കടാ. അടുത്ത മീറ്റിംഗിലെങ്കിലും സിസിലിക്ക് ഇതിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാ. ഈ കൊളങ്കാരൻ എന്റെ ട്രഷറർ സ്ഥാനം കൊളവായിരിക്കുന്നത്. ഈ പെണ്ണുമ്പിളിനകത്ത് ടൈലൊക്കെ പൊട്ടി. എന്റെ ജോയി നീയും കൂടെ ഒന്ന് ഇറങ്ങ്. ഭയങ്കര തലവേനേട്ടാ ഈ വെയിലിന്റെ. അത് വെയിലിന്റെ അല്ല, മടിയുടെ. ശരിയാ. ഈ പൂള് റെഡി ആയിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ. ഒന്ന് വേഗം പറഞ്ഞിട്ടില്ലേ, ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്യടാ. സിസിലി ഒന്ന് നോക്കിയോണേ, അല്ലെങ്കിൽ ഇനിയും ചോരും. ഞാൻ നോക്കിക്കോളാം. എടാ 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 ടൈൽ ഒട്ടിച്ചിട്ട് തുടക്കടാ. എന്റെ സിസിലി ആന്റി ഇവിടെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കുന്നിട്ട് ഒരുമാതിരി പണിയുള്ള. പിന്നെയാണ് ആന്റി നോക്കിയിരുന്ന. എടാ വിവരം കെട്ടവനാ വെള്ളം മഞ്ഞ പൈപ്പ് അടച്ചിട്ടാണോ ടൈൽ ഒട്ടിക്കണേ? അപ്പൊ ഇതുവഴിയല്ലേ ചോരുന്നത്? ഏതായാലും സെബാൻ സാറിന്റെ ഐഡിയ കൊള്ളാം. കുട്ടികൾ ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കുന്നതേ അവരെ ഹെൽത്തിന് നല്ലതാ. അതെ അതെ, അല്ലേലും അയാളൊരു മിടുക്കനാ, ഉഗ്രം കക്ഷിയാ. ഇത്രയും എഫിഷ്യന്റ് അധ്യാപനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട്. നിങ്ങളോടൊക്കെ കിടന്നുറങ്ങാൻ പറഞ്ഞു ഇറങ്ങണത്. ശല്യങ്ങൾ സ്വീഡെന്ന് പറഞ്ഞിട്ടില്ല. നാളെ ചോറക്ക ഗുളിക കഴിച്ചു. സാറേ ഒരു സ്റ്റോറി പറഞ്ഞു തരുവോ? കഥയൊക്കെ പറഞ്ഞുതരാം. കഥ കേട്ട് നിങ്ങൾ എല്ലാരും ഉറങ്ങണം. ആ എന്നാ പറയാം. ഇത് ഉറങ്ങിപ്പോയൊരു കാക്കേന്റെ കഥയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ മുല്ലാക്കില്ല, ക്രോ. ഒരിടത്തൊരിടത്ത് ഒരു ക്രോ ഉണ്ടായിരുന്നു. ഈ ക്രോ ഡെയിലി രാവിലെ തന്നെ വെള്ളടി തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഓഫായി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര ഹാങ് ഓവറും തലവേദനയും. തലവേദനയൊക്കെ കഴിഞ്ഞൊരു തേറ്റടിക്കണ്ടേ? എന്ത് ചെയ്യും? എവിടെയും സാധനം കിട്ടാനില്ല. അന്ന് 1-ാം തീയതി. അങ്ങനെ ക്രോ പറന്നു പോകുമ്പോ താഴത്തേക്ക് നോക്കിയപ്പോ ഒരു കള്ള് ഷാപ്പ്. ക്രോക്ക് അങ്ങോട്ട് സന്തോഷായി. വലിയൊരു കുടത്തില് കുറച്ച് കള്ളുണ്ടായിരുന്നു. ക്രോക്കാണെങ്കിൽ എത്തൂല, ക്രോന്റെ ചെറിയ ചുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു ക്രോ ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോ റോഡ് സൈഡിൽ കുറേ മെറ്റൽ ടാർ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രോ മെറ്റൽ ഓരോന്നോരോന്നായി കുടത്തിൽ കൊണ്ടിട്ട്. അപ്പൊ ഈ കള്ള് പൊന്തി പൊന്തി വന്ന് കുടത്തിന്റെ മേലെത്തും. ക്രോ ഈ കൊക്കൊണ്ട് കള്ള് വലിച്ചു. അതോടുകൂടി രണ്ടാമത് ക്രോ ഓഫായി പോയി. ആ ക്രോ ഷാപ്പിന്റെ മുന്നിൽ തന്നെ കിടന്നു. അതെന്തിനാ? പിറ്റേ ദിവസം എങ്ങവറിന്റെ രാവിലെ തന്നെ അടിക്കാലോ. അങ്ങനെ ഓഫായി പോയി. ഇതുപോലെ തന്നെ. നോക്കിക്കാതെ എഴുതടാ. ഹിപ്പപ്പൊട്ടാമസ്. ഹിപ്പപ്പൊട്ടാമസ്. ഇപ്പൊ അല്ലടാ, ഹിപ്പപ്പൊട്ടാമസ്. ഹിപ്പപ്പൊട്ടാമസ്. എഴുത്. Are you tired? ഓ ഒന്നും പറയണ്ട, ഇന്ന് വല്ലാത്ത ഹെക്റ്റിക് ഷെഡ്യൂളായിരുന്നു. പോരാത്തതിന് ഭയങ്കര തലവേദന. നീ ഒരു ചായ എടുക്ക്. തലവേദനയാണെ ഒരു ടേറ്റ് അടിച്ചാൽ മതി, മാറിക്കോളും. കാക്കയൊക്കെ അങ്ങനെയാ. നമ്മുടെ കേജിൽ പഠിപ്പീരിന്റെയോ? സാറിനൊരു കാര്യം അറിയണോ? രാവിലെ ഞാൻ ടിക്ടോക്ക് ഷൂട്ട് ചെയ്തപ്പം എന്റെ നരുന്ത് ചെറുക്കം വന്ന് എന്നോട് ചോദിക്കുക, പപ്പ എന്ത് ഊളത്തരായി കാണിക്കുന്നതെന്ന്. ഇതുങ്ങൾക്കൊക്കെ ഈ ഭാഷ എവിടുന്ന് കിട്ടുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെന്ത് സംശയം? അത് വർമ്മ സാറിന്റെ ബിഡിൻ ബോക്സ് ആയിരിക്കും. പിന്നെ എന്റെ ഇൻവോയ്സിന് അതൊന്നും അല്ല. ഞാൻ ഇന്നലെ മോന്റെ ബാഗ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ അതിലൊരു സിഗരറ്റിന്റെ പീസ്. ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. നേരാണോ? കുട്ടികൾ ഇപ്പൊ വാ തുറന്ന ബാഡ് വേർഡ്സേ പറയുള്ളൂ. ഒന്നെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യണം,
അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചുപേരെ പെടുത്തിയിട്ടില്ലേ, അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താ പോരെ? പെട്ടെന്ന് അയാളെ മാറ്റണം എന്ന് പറഞ്ഞാ 1 year എഗ്രിമെന്റ് ഉള്ളതാ. എന്തായാലും ഞാൻ അസോസിയേഷൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ. അതെന്ത് സംശയം? അത് വർമ്മ സാറിന്റെ ബിഡിൻ ബോക്സ് എന്നായിരിക്കും. അതൊന്നും അല്ല. ഞാൻ ഇന്നലെ മോന്റെ ബാഗ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ അതിലൊരു സിഗരറ്റിന്റെ പീസ്. ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. നേരാണോ? കുട്ടികൾ ഇപ്പൊ വാ തുറന്ന ബാഡ് വേർഡ്സേ പറയുള്ളൂ. ഒന്നെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചുപേരെ പെടുത്തിയിട്ടില്ലേ, അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താ പോരെ? പെട്ടെന്ന് അയാളെ മാറ്റണം എന്ന് പറഞ്ഞാ 1 year എഗ്രിമെന്റ് ഉള്ളതാ. എന്തായാലും ഞാൻ അസോസിയേഷൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. നിങ്ങൾ എന്തായാലും ടെൻഷൻ ഒന്നും ആവണ്ട. തുറക്ക്. ഹലോ, ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. പറയട്ടെ, കാര്യം പറയട്ടെ. ഞാൻ അറിഞ്ഞ് പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വന്നല്ലേ സാറിനൊരു കൂട്ടായിട്ട്. കൂട്ടോ? ഞാൻ അറിയാതെ എന്റെ പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വരെ. ഇതാരെ തീരുമാനം? അത് ശരി, അപ്പൊ സാർ അറിഞ്ഞില്ലേ? ആ അസോസിയേഷന്റെ തീരുമാനമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരൂല്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. അല്ല, ഞാനും വരാം. സാറിന്റെ പുറകിൽ വെയിറ്റ് ഉള്ള ആളുണ്ടെന്ന് ഹെൽമെറ്റ് എടുത്തില്ലേ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ അത് വെക്കണതല്ലാണ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്കിനി പരിചയപ്പെടാം. മൈ നെയിം ഇസ് ടെസ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് ആദിൽ. പിന്നല്ലാണ്ട് ആർക്കാരും ദേഷ്യം വരില്ലേ? ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള സാർ ഇവിടെ നിൽക്കുമ്പോ ഒരു ഡൂക്കിലെ ടീച്ചർ വന്ന് ഉടനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത് സാറേ, വിട്ടുകൊടുക്കരുത്. അവളെ ഇവിടുന്ന് ഓടിക്കണം സാറേ, അതല്ലേ ഹീറോയിസം. 1 2 3 4 5 once I caught a fish alive. സാറേ സാറേ, ഇത്തിരി മതിയേട്ടാ. ഒരു മയമില്ല, കാണിച്ചത് ഞാൻ. Which finger? ഓടിയത് വൃത്തിയില്ല. ആര് വേണമെങ്കിലാവും. എന്താ കാര്യം? ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പളാ. ഓ, മനസ്സിലായി. സെബാസ്റ്റ്യൻ സാർ അല്ലേ? എന്ത് വിഷയം മാറിപ്പോയെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടീനോട് എന്ത് ചോദിക്കണം പറയാനുള്ള ഞാൻ തീരുമാനിക്കും. വെറുതെ ഒരു കാലില്ലാതെ പിന്നാലെ വെറുപ്പിക്കാം. എന്താ പേര്? ടെസ. സാറ് ദേഷ്യക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. സാറേ, സബ്ജക്ട് മാറിപ്പോയി. എനിക്ക് കുട്ടീനെ പോലെ ഒരു ഹെൽപ്പർ വേണമെന്ന് സെക്രട്ടറിന്റെ അടുത്ത് ഞാനാ പറഞ്ഞത്. ആണോ? ടെസയുടെ വീട് എവിടെയാ? ഇവിടെ കാക്കനാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട്. ജോച്ചാ, ഇത് ഓക്കെ അല്ലേ? 4 അല്ലേ ഇത്? അപ്പൊ 4 സാരമില്ല, സാധനമല്ലേ ഇഷ്ടം പോലെ ഉള്ളത്. കൊണ്ടുവന്നേ. പൊന്നേടാവി, ടോപ്പ് ഗിയറിലിട്ട് ഇത്തിരി സ്പീഡിൽ കൊണ്ട് ഇങ്ങോട്ട് തരാവോ? പണ്ടത്തെ പോലെ ഗീർന്ന് ഇപ്പൊ വീഴുന്നില്ലടാവേ. ടൈല് വല്ലതും ഇനി ബാക്കിയില്ല. ഇതും കൂടെ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കിയാൽ ചായ. എബ്രഹാമേ, നമ്മുടെ ബാത്റൂമിൽ 1-2 ടൈല് പൊട്ടിയിട്ടില്ലേ? അതും കൂടെ ഇവരോടൊന്ന് പറഞ്ഞു മാറ്റിച്ചാലോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ആ ശരിയാ സാറേ, 3 പൊട്ടിയിട്ടുണ്ട്. മോളിൽ നോക്കുമ്പോഴേ ഭയങ്കര വൃത്തിയാടാ അത്. മനസ്സിലായി കാണോ? അങ്ങനെ ഇവിടുത്തെ പണിയും കഴിഞ്ഞു. അങ്ങനെയാണ് ചട്ടി കഴുകി വെക്കാല്ലേ? കഴുകി വെക്കാം. പറയണ്ടായിരുന്നല്ലേ? വേണ്ടായിരുന്നു. ഹലോ, ഞങ്ങള് കേട്ടായിരുന്നു. എന്ത്? എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ബൈനോക്കുലർ ഉണ്ട്. ഒരെണ്ണം എടുക്കട്ടെ? ഓ വേണ്ട, ഒരെണ്ണം വാങ്ങിച്ചോന്നേ. ഞാനും ചേരടാ. ആ പറഞ്ഞത് കറക്റ്റാ. 3 ടൈലാ പൊട്ടിയിരിക്കുന്നത്. നാളെ തന്നെ മാറ്റിയേക്കണം കേട്ടോ. മാറ്റിയേക്കാം. ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. ഇത് ചേച്ചിക്കുള്ള. അതെ,
മോളി ഏത് വശത്തെ കൂടി കണ്ടത്? അപ്പുറത്തെ കൂടിയാണ് ഇപ്പുറത്തെ കൂടിയാണ്? സ്ഥലം പറഞ്ഞു ഏകദേശം നമ്മൾ എവിടെ വന്നത്? ഇവിടെ ഞാനാ വിളിച്ചേ. പോയി വേറെ കൂട്ടടാ. ചവിട്ടി കൂട്ടിയാനെ. ഡി ഉറക്കെ പറഞ്ഞത്. ജി ജി എച്ച് എച്ച് ഐ ഐ അങ്ങനെ. ഒന്നുകൂടെ എഴുതിയാലോ? വേണ്ട. ടീച്ചറെ ഈ ഡെഡിക്കേഷൻ അതിലേക്ക്. ആ ഇനി പഠിച്ചാൽ മതി. എല്ലാ കുട്ടികളും പോയി കളിച്ചാൽ ചെല്ല്. പതുക്കെ പതുക്കെ കുട്ടികൾ കളിക്കട്ടെ. എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേഷനുള്ള ടീച്ചറെ ഞാൻ കണ്ടില്ല. ടീച്ചറൊന്ന് മനസ്സ് വെച്ചാൽ ഈ കിൻഡർ ഗാർഡൻ നമുക്ക് കുട്ടികളെ കൊണ്ട് നിറയ്ക്കാം. മനസ്സിലായില്ല എന്താ? അല്ല, ഇവിടുന്ന് മാത്രമല്ല, നമുക്ക് പുറത്തുനിന്നും കൂടി കുട്ടികളെടുക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അനങ്ങലേ, കാലിൽ ചില്ല് കയറും. അയ്യോ ടീച്ചറെ ശ്രദ്ധിക്കണേ, ടീച്ചറെ കാലം കയറും ചില്ല്. എങ്ങോട്ട് മാറ്. മോശ പിടിച്ച മക്കൾ ഒരു വിധത്തിൽ റൂട്ടായി വരികയെന്ന്. ഈ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ എനിക്കെന്റെ വീട് ഓർമ്മ വരുന്നേ. എന്തു പറ്റി? ബുദ്ധി ഉറയ്ക്കാത്ത ഹൈറ്റ് കുറഞ്ഞൊരു അനിയൻ എൻ്റെ വീട്ടിലുണ്ട്. എന്ത് കിട്ടിയാലും ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കും. എപ്പോഴും ടെൻഷനാണ്. അങ്ങനെയാണേ ബ്രദറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഹേ, അതൊന്നും ശരിയാവില്ല. ഒന്നാമതവൻ ഭയങ്കര വികൃതിയാ. പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പേടിക്കും. മാത്രമല്ല, പുറത്തുനിന്നൊരു കുട്ടീനെ കൊണ്ടുവരാൻ ഇവിടുത്തെ അസോസിയേഷൻ സമ്മതിക്കില്ല. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. പിന്നെ സെക്രട്ടറി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. സാർ ധൈര്യമായിട്ട് അവനെ കൊണ്ടുപോവാ. ടെസയ്ക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരാം. ഇനി മുതൽ ടെസേൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഓക്കെ സർ. എങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ? കുട്ടായി, നമ്മുടെ സ്റ്റേജിന്റെ വലിപ്പം കുറക്കരുതേ. മാക്സിമം സ്പേസ് എടുത്തോ. എന്റെ പെർഫോമൻസിന് നല്ല സ്പേസ് വേണ്ടതാ. അങ്ങനെയാണെങ്കിൽ കലൂർ സ്റ്റേഡിയം അല്ലേ? ഒന്ന് പോടോ സെക്യൂരിറ്റി. വേണ്ടല്ലേ, നിറച്ച് പുല്ലാണ് അവിടെ. അതെ, നമ്മുടെ വില്ല ഇവിടെ 100 ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്നത് 10-30 പേരാ. പക്ഷെ എല്ലാ വില്ലക്കാരും ഗസ്റ്റുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. അവിടെ നോക്കിയേ. പിന്നെ അത് നീയാണ് അതെ, തീരുമാനിക്കുന്നത്. കാര്യമൊക്കെ അവിടം വരെ. പിന്നെ എന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ ചാടി ചാടി കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടായാൽ മതി, ഒപ്പം ഉണ്ടാവണം. താങ്ക് യു. നമസ്കാരം സാറേ. ഇതെന്ത് സാധനം? ഇതൊരു സാധനം ഒന്ന് ഇതാരാ സാറത്? ഇതിന്റെ അനിയനാ. ആ അനിയനാ? മുടി കൊണ്ട് കവർ ചെയ്ത് തന്നായി, എനിക്ക് കാക്ക എടുത്തുണ്ടോ പോയനെ. അതെ, സാറിന്റെ അനിയന് എന്ത് പ്രായം വരും? കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഷഷ്ടി പൂർത്തി. ഓഹോ, ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ. ഒരു ഹൈ കൊടുത്തേ. ഇതെന്ത് സാധനത്താണ് കെട്ടി പിടിച്ചോണ്ട് പോണത്? നമ്മുടെ സഭാ സാറിന്റെ അനിയനാ. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചറെ വന്ന് ചോദിച്ചത്. വയ്യാത്തൊരു കുട്ടിയല്ലേ, പ്രസിഡന്റും പറഞ്ഞു വന്നോളാൻ. എനിക്കിങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വേളാങ്കണ്ണി പള്ളിയുടെ വാക്കുകൊണ്ട് വെച്ച് കാച്ചുണ്ടാക്കിയാനെ. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ല. ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ചെയ്യും. നമുക്കിനി ഈ കളർ അടിച്ചു നോക്കാം. ഇതാണ് എന്റെ കുഞ്ഞനുജൻ ബെൻ. നമ്മളെല്ലാവരെയും ബെൻകുട്ടൻ. ഇതാണ് മോനെ ടീച്ചർ. ഇവനെ വളർത്തി വലുതാക്കാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കുന്നൊന്നല്ല, വേറെ പണി നോക്ക് സാറേ. മോനെ കൈവിട്ട് ടീച്ചർ വേദനിക്കും. ബെൻകുട്ട, അങ്ങോട്ട് തരാ കൈ. ഹലോ. ബൈ സാർ.
അടി ഭീമന്റെ ഹുന്റെ നല്ല വെയിറ്റ്. വാ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഈതൻ നിങ്ങളുടെ ന്യൂ ഫ്രണ്ടാ. ഒരു ഷേക്കാൻ കൊടുക്ക്. ഗുഡ് ബൈ. അത് വേണോ? ഇവളുകൊണ്ട് ഞാൻ വീട്ടിൽ പട്ടീനെ വളർത്തില്ല. അല്ല, ഇവന് പട്ടീനെ ഭയങ്കര പേടിയാ. ബെൻ ഇതെടുത്ത് കളിച്ചോളൂ കേട്ടോ. നോക്ക്, ഇവരെ പരിചയപ്പെടാം. അവരെ പുതിയ ഫ്രണ്ട്സിനെ. ടെസയ്ക്ക് ഇവനൊരു ബുദ്ധിമുട്ടാവും. ഏയ് ഒരിക്കലുമില്ല. എനിക്കൊരു ബുദ്ധിമുട്ടാവും. അങ്കനവാടിയിലെ ടീച്ചർ. എന്താ? ചുമ്മാ. ടീച്ചർ ഇംഗ്ലീഷ് എംഎണല്ലേ? അതെ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇംഗ്ലീഷോ? അയ്യേ, ഇംഗ്ലീഷ് ഒന്നല്ല. ടീച്ചർ മൊത്തത്തിൽ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. എനിക്ക് നേരത്തെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ആശാങ്കളരെയും എഞ്ചുപടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി. എന്താ പറയാ, ഈ വിധിയുടെ വിളയാട്ടെന്നൊക്കെ പറയില്ലേ, അതാ സാധനം. അപ്പൊ ഈ സെക്യൂരിറ്റി ജസ്റ്റ് ടൈം പാസ്. രാത്രി ഉറക്കൂലേ, അതുകൊണ്ട് ഡാഡി വീട്ടിലിരുത്തില്ല. കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ ഈ പണി നിർത്തും. ഷുവർലി. ശരിക്കും ഇപ്പോഴാണ് ഇതൊരു കിൻഡർ ഗാർഡൻ ആയത്. ഈ കൊച്ചു കുട്ടികളൊക്കെ ഇവിടുത്തെ പച്ച പുൽക്കൊടികളും ടീച്ചർ അതിലെ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂവായിട്ടും ഞാൻ ഈ പൂങ്കാവനത്തിൽ പാറി നടക്കുന്ന സെക്യൂരിറ്റിക്ക് എന്താ കിൻഡർ ഗാർഡനിൽ കാര്യം? ഒഴിവ് സമയത്ത് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് ബേസ് പഠിക്കാൻ വേണ്ടി വന്നതാ. സ്കൂളിൽ കുട്ടപ്പം പഠിച്ചില്ലേ? മറന്നുപോയി. അല്ല, ബേസിന് അങ്ങനെ സമയമൊന്നുമില്ല സാറേ. സെക്യൂരിറ്റി ഒക്കെ ഇതിന്റെ പുറത്ത് ഓടാം സാറേ. സ്പേസ് തന്നെ. ബൈ. എന്നിങ്ങനെ സംശയത്തിന് ഒക്കെ കള്ളന്മാരെ, ഒന്നിനും വിശ്വസിക്കരുത്. അതെ അതെ. എത്രയാ? 2. ഇത് മതിയോ? മതി മതി. ഹലോ, ഹെൽപ്പ് ചെയ്യട്ടെ? പേടിയായോ? പേടിയായോ? വാ വാ വാ, ഞാൻ പിടിക്കാം. മെല്ലെ 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 മെല്ലെ. കുട്ടികൾക്ക് ഇപ്പൊ ഡേ കെയറിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ശരിയാ. എപ്പോ നോക്കിയാലും ആ സെബാസ്റ്റ്യൻ സാറിന്റെ അനിയൻ ചെക്കനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. മീര പറഞ്ഞത് ശരിയാ. പക്ഷെ ആകെ ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് വെച്ചാ ആ ചെറുക്കനെങ്ങാനും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നുള്ളതാ. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ. കരയല്ലടാ, ക്ലാസ് കഴിഞ്ഞ് വാങ്ങിത്തരാ. എടാ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞ് വാങ്ങിത്തരൂ. ഇവനെ ഞാൻ എന്നാല് വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? പിടിക്കരുത് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല. ആ മിണ്ടി പോയത് ഇവിടുന്ന്.
സാർ എന്തേ കാണിക്കുന്നേ? സുഖമില്ലാത്ത കുട്ടിയല്ലേ? സുഖമില്ലാത്ത കുട്ടി ജനിച്ചെന്ന മുതൽ തുടങ്ങിയ സ്വൈര്യക്കേട്. വീട്ടിലും സ്വൈര്യമില്ല, എവിടെയും സ്വൈര്യമില്ല. ഇവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പപ്പയും മമ്മിയും ഒരു പ്ലെയിൻ ക്രാഷിൽ അങ്ങോട്ട് പോയി. അവർക്ക് സുഖമാണെങ്കിൽ ഒന്നും അറിയണ്ടല്ലോ. ബുദ്ധിമുട്ടാ ഞാനും. കുട്ടിക്ക് അറിയാം ഇവന് വേണ്ടിട്ട് ഞാൻ കല്യാണം വരെ കഴിക്കാത്തത്. അല്ലാതെ ഞാൻ നോക്കിക്കോളാം. ഒന്ന് മാറിക്കേ. പാവ വേണം പോലും. നല്ലതല്ലേ? അടി വയലന്റ് ആയി കഴിഞ്ഞാൽ കടിക്കും. ഡോറേന്റെ പാവ വാങ്ങിത്തരാൻ ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പെൺകുട്ടൻ കരയണ്ട, ടീച്ചർ വാങ്ങിത്തരാട്ടോ. എന്ത് വാശിയത്? നോക്കി ഡോറ. ചേച്ചി അയ്യോ, ഇത് ഭയങ്കര അത്ഭുതമായിട്ടോ. ആരടുത്ത് അങ്ങനെ പോകാത്ത? ചില സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ച് വിഷം വാങ്ങി ഇവനും കൊടുത്ത് ഞാനും കഴിച്ചാലോ. എന്താ സാർ അങ്ങനെയൊന്നും പറയല്ലേ. നേരെ 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 നേരെ. ഹായ് പ്രിയേച്ചി. ഹായ്. പേടിക്കണ്ടോ പ്രിയേച്ചി നല്ല ഹാപ്പിയാണല്ലേ? പഴയതുപോലെ ഒന്നുമല്ല, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എത്തിപ്പോയി. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അതെ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊല്ലാതിരുന്നൂടെ? നിനക്ക് അസൂയ. ടിക്ടോക്കിൽ എന്റെ മൈലേജ് കണ്ടാലേ നീ ഞെട്ടും. പിന്നെ നൊട്ടും. പോലീസുകാരൻ കാൽമുടക്കി അടിക്കോ? ശ്രദ്ധിച്ചു പോണം, ഓവറാക്കരുത്. നീയും എന്റെ ആടിന്റെ ഒച്ച പുറത്തുനിന്ന് കുറച്ചേ കണ്ടു. കരഞ്ഞ സൗണ്ട്. രാവിലെ മുതൽ ഒരേ കരച്ചില. ഡോറ ചേച്ചിനെ കാണണം, ഡോറ ചേച്ചിനെ കാണുന്നു പറഞ്ഞിട്ട് ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ കുട്ടികൾ മുഴുവൻ കരയാൻ തുടങ്ങി. ചേച്ചിക്ക് വേണ്ടിട്ട് ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടും. നാളെ മുതൽ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടെന്ന് വിചാരിക്കാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം കേട്ടോ. അങ്ങനെ അത് അല്ല, എന്റെ സുഖമില്ലാത്ത അനിയൻ ഭയങ്കര കരച്ചില്. അതിന് എന്റെ വീട്ടിലാണോ കൊണ്ടുവിടുന്നത്? അല്ല, ചേച്ചിനെ കാണുന്നു പറഞ്ഞ കരയുന്നത്. ചേച്ചിക്കാകുമ്പോ ടൈം പാസും ആണല്ലോ, ഒറ്റയ്ക്കല്ലേ. ഓ, അതിന്റെ ആവശ്യമില്ല, വിളിച്ചോണ്ട് പോ. അല്ല സാറേ, ഞാൻ ഇന്നെ അവിടെ കണ്ടില്ലേ, കുട്ടികളെല്ലാരും കൂടി കരയൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടാക്കേണ്ടി വരും. ഹലോ, യെസ് സ്പീക്കിംഗ്. ഇത് ബൈക്ക്. അപ്പോ ഇപ്പൊ വരെ ചേച്ചി കളിച്ചോ. ബെന്നിന് ബൈക്ക് ഇഷ്ടപ്പെട്ടോ?
പെൺകുട്ടാ, ആഹാ ഇവിടെ നിൽക്കുക. വാ വാ വാ, നമുക്ക് പോവാം. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മള് ആദ്യഘട്ടത്തിൽ തന്നെ ബാഗ് കണ്ടുപിടിച്ച് അത് പൂർത്തിയായി. സെബാനെ, ഇത് റിസ്കാ. എന്ത് റിസ്ക്? ആ പോലീസുകാരനാണ് ഭയങ്കര കുഴപ്പക്കാരനാണ്. നമ്മള് പോലീസുകാരെ കാണുന്ന ആദ്യമായിട്ടൊന്നല്ലോ. ആ പോലീസുകാരന്റെ നോട്ടത്തിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്. എന്നെ കണ്ട കൊച്ചായിട്ട് തോന്നൂ. പിന്നെ ആ ചേച്ചിക്കാണ് വയ്യാത്ത കുട്ടികളോട് ഭയങ്കര താല്പര്യം. അപ്പൊ നീ എന്നെ അങ്ങനെയാണോ ഒരുക്കിയേക്കുന്നത്? ആ ബുദ്ധിമാനെ സംബന്ധിച്ച കുട്ടികളെ പോലെ ആ ഒരു ഫിഗറാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കറക്റ്റായി കിട്ടും ചെയ്തു. കറക്റ്റ് അല്ലേ? പക്ക. പേറ്റോയാ ഇതിന്റെ ഒരുക്കിയതല്ലേ? മോളു പിടിച്ചിരിക്കണേ. ഡാൻസും പാട്ടും പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, വെറുതെ. ഒരു കലാകാരനല്ലേ ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുമോ? കലാകാരനാണോ? ഈ ഡാൻസിനും പാട്ടിനെക്കാട്ടും കൂടുതൽ ഞാൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത് ഫാൻസി ഡ്രസ്സിന്. കണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവത്തിന് നിലത്ത് വീണ പൈസക്ക് കൊത്തിയെടുക്കുന്നതല്ലേ? അതൊക്കെ സാഹചര്യം പോലെ. ഇതേതാ വേഷം? അയ്യോ, അത് വേഷം കിട്ടില്ലല്ല, ഇതെന്റെ ഒറിജിനൽ രൂപ. റിയലി ഐ ആം ലക്കി. ഇത്രയും വലിയൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യല്ലേ? പാരമ്പര്യമായിട്ട് കിട്ടിയ കല അത് അതിന്റെ അവസരത്തിൽ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ടെസയുടെ മൂക്ക് കാണുമ്പോൾ മരിച്ചുപോയി എന്റെ മുത്തശ്ശിനെ ഓർമ്മ വരും. എന്ത് പറഞ്ഞാലും അവസാനം ഒരു അബദ്ധമായി പോകും. പക്ഷെ ടെസ എന്റെ മുത്തശ്ശിനെ കാണാൻ ഭയങ്കര ഗ്ലാമർ ചെയ്യുന്നു. ഇനി ഉണ്ടണ്ട, അവള് പോയി. മദർ തെരേസ നിന്റെ മുത്തശ്ശിയാന്ന് പറയാഞ്ഞത് നന്നായി. ഇവിടെ ഉണ്ടായിരുന്നു. അഭ്യാസം പൊളിഞ്ഞത് കണ്ടു. നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ? സാധനം എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാ. അതൊക്കെ എനിക്കറിയാം. ആ ചേച്ചിനെ വിളിച്ച് സാധനം എങ്ങനെ ഒപ്പിക്കാൻ നോക്ക്. ഇന്റെ വർക്ക് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു. ആ പെണ്ണുമായിട്ട് എടാ, നിങ്ങൾ തമ്മിൽ ഹൈറ്റ് കൊണ്ട് ഒരു ചർച്ചയില്ല. എനിക്ക് കുട്ടികളെ കുറുക്ക് കൊടുക്കാൻ സമയമായി. ആ അങ്ങനെ വല്ലോ കുറുക്ക് നടക്കുള്ളൂ. കുറുക്ക് കൊടുക്കണ്ടേ? ശബാനെ, ശബാനെ, ഇവൻ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്നാ നന്നാവുക? സ്നാഗി ലൂസാണോ എന്നൊരു സംശയമുണ്ട്. ഓ, എന്തൊരു ചൂടാ. ചേച്ചി ആ ഇതാരാ? പെൺകുട്ടനോ? ഹായ്. എന്താ ഇവിടെ? എന്താ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? ചോക്ലേറ്റ് വേണോ? വേണ്ട? വാ, എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. വാ, അത് വേണോ? തരാം 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 തരാം. ദാ ഇവിടെ ഇരിക്കൂ, ഞാന് ചോക്ലേറ്റും കൊണ്ടുതരാം. ദാ ഡോക്ടർ. നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരെ. ചോക്ലേറ്റ് കൊണ്ടുതരാം കേട്ടോ. ഹലോ ഹലോ, ഹൗസ് നമ്പർ 30 അല്ലേ? അതെ. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. അവിടെ ബില്ല് കൂടി എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്നോ? ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഒരു പുരുഷ ശബ്ദം? ആ, അത് ചിലപ്പോ നന്ദേട്ടനായിരിക്കും. ഏട്ടനോ ചേച്ചിയോ ഒന്നും അറിയില്ല. പിന്നെ ആ ബില്ല് എടുത്തിട്ട് കൺസ്യൂമർ നമ്പർ ഒന്ന് പറയൂ. ഒരു മിനിറ്റ്. ഇപ്പൊ പറയേ. ഹലോ, ഇവിടെ കുറെ ഫീസ് വരാൻ പോവാണ്ട്. ബില്ല് നോക്കുക. ഒരു മിനിറ്റ്.
150 അതൊന്നും അത്ര വലിയ ബില്ലല്ല. ഇതൊക്കെ സാധാരണ എല്ലാവരുടെ വീട്ടിലും വരുന്ന വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അത് ഇത്രയ്ക്കും ബില്ല് വന്നപ്പോ പ്രിയ പ്രിയ പാട്ടച്ചോനെ പണിപ്പം പാടേനു. എന്തിനാ ഇവിടെ കയറിയേ? വീടില്ലേ? വാ ഇവിടെ കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിട്ട് താനപ്പുറത്ത് എന്ത് ചെയ്യാൻ? എന്തെങ്കിലും സംഭവിച്ചു പോയി ആരും മറുപടി പറയും. വയ്യാത്ത കുട്ടിയല്ലോ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്തേ തുറന്നായിരുന്നോ? തരാട്ടോ. തുറക്കട്ടെ. ഒന്നുമില്ല. ബട്ടർ സ്കോച്ചേ കിട്ടിയുള്ളൂ. ഇറ്റ്സ് ഓക്കേ. ഇതൊക്കെ ഇപ്പൊ എടുത്ത് നോക്കട്ടെ. നന്ദേട്ടാ, പെൺകുട്ടന് നന്ദേട്ടന് ഭയങ്കര പേടിയാ. ഏട്ടൻ പോവാൻ വേണ്ടി കാത്തിരിക്കും. ഏട്ടൻ പോയ പിന്നെ മെല്ലെ വീട്ടില് വന്ന് ഓടി പാഞ്ഞ് ബെഡില് ചാടുന്നു, പിന്നെ ജനലില് കേറുന്നു. സോ ക്യൂട്ട്. ഇതാരാ എടുത്തേ? നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ. നന്നായിട്ടുണ്ട്. നന്ദേട്ടാ, ബെന്നിന് കൊടുത്ത ഡോറ ഡോളില്ലേ നമ്മുടെ മോന്റെ, അത് അവന്റെ കയ്യിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. അയ്യോ, നമുക്ക് നാളെ തന്നെ ഒന്ന് വാങ്ങിക്കൊടുക്കാം പ്ലീസ്. ഓ അതിനെന്താ, ഞാൻ ടിഷ്യൂ എടുക്കാൻ മറന്നു, എടുത്തിട്ട് വരാം. ദേവാ, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എന്താടാ പ്രോബ്ലം? അവർ രണ്ടുപേരും എന്റെ വില്ലയിൽ പുതിയതായിട്ട് വന്നവരാ. നന്ദ, ഇത് മാർട്ടിൻ. ഹലോ മാർട്ടിൻ. ഹായ്. പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്? ഫൈൻ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ശരിക്കും മാർട്ടിനോട് ഉണ്ടായിരുന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്ത് ആയത്. നോട്ട് എ പ്രോബ്ലം സർ. സോ എന്താണ് പുതിയ ഇൻഫർമേഷൻ? ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ഐ കുഡ് ഗസ്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? കുറച്ചല്ല സർ, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ദേവനയച്ച ഫോട്ടോസിൽ നിന്ന് എനിക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. പിന്നെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ കണക്ഷൻസ് ട്രേസ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവർ പോയ സ്ഥലങ്ങളിലൂടെ ഞാനും പോയി. അവർ കണ്ടുമുട്ടിയ ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇവരുടെ മോട്ടീവ് തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ that led me to the political kingpin of Goan mafia, Mr. Savio Arora.
ഓക്കെ അല്ലേ? ആ, അങ്ങോട്ട് വരൂ. ഓ Hi, ഹായ്. you look so wonderful, my darling. എത്തിയോ? ആ, Please sit with me. മിനിസ്റ്റർ എന്താ ചെയ്യുന്നത്? Sir. Minister Ulatanka, sir. I'll update you. We are from the police. Come, baby. I need you. Come. എടാ, ആ ഗബ്രിയലത്തിന്റെ മോറ്റി റിസപ്ഷനിൽ കംപ്ലീറ്റ് മഫ്തി പോലീസ്. ഈ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങാൻ നോക്ക്. എടുത്തതൊക്കെ മതി. കയ്യും കാലം വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി ഒരു മുട്ട് ബാക്കി പിന്നെടുക്കാം. Rocks nice, rocks well, yo. Let her in my dreams. She was my queen. A castle in the mountaintops, rivers and streams. Fucking sunlight from the sky in my pocket. Give it to you later on in the form of a locket. Drop it, drop it, drop it, drop it. ഹലോ ഡാമി, എടാ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. എടാ മെമ്മറി കാർഡ് എവിടെ സേഫ് ആയിട്ട് വെക്കാൻ നോക്ക്. ഇത് ഞാൻ എവിടെ ഒളിപ്പിക്കും? വിഴുങ്ങാൻ നോക്ക്. വിഴുങ്ങാനും പറ്റില്ലേ? ഞാൻ ഇവിടെ വരണ്ടേ? പറ. ഹലോ സാർ. ബിസിനസ് ഡീലിംഗ്സാ. ഭയങ്കര ഫോൺ കോൾസാ. ഓക്കെ സാർ. ഹലോ, എന്തെങ്കിലും പറ. നീ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആലോചിക്കട്ടെ. ഒരു വഴിയുണ്ട്, ശ്രമിച്ചു നോക്കാം. നടക്കുമെന്നറിയില്ല. അതെന്തായാലും ഞാൻ പറയും. ജയിലിൽ പോയാൽ എനിക്ക് കൂട്ടുവേണ്ടേ? പോലീസ് സുബാനെ പണിപാളി. അവന്മാര് നമ്മളെ പിടിക്കാൻ വന്നല്ല. അയ്യോ, കാർഡ് മിസ്സായി. എങ്ങനെ? വേഗം ഫോളോ ചെയ്തെടുക്ക്. പെട്ടെന്ന് ലിഫ്റ്റ് കയറി. സുബാനെ ലിഫ്റ്റ് താഴേക്ക് പോയി. എടാ, ലിഫ്റ്റിന്റെ സ്വിച്ച് കുറച്ച് പൊക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരണോ? Good morning, sir. Lift, please. Sure, sir. ചുവന്ന ഷർട്ട് കറുത്ത പാൻറ് വേണോ? കൂടെ ഒരു ചേച്ചി ഉണ്ട്. വെൽക്കം സർ. എടാ, ചുവന്ന ഷർട്ടുകാരന്റെ ബാഗിൽ നിന്ന് കാർഡ് എടുക്കാൻ പറ്റിയോ? ഇത്ര ആൾക്കാരെ വിളിച്ച് ഞാൻ എങ്ങനെ മെമ്മറി കാർഡ് എടുക്കുക? അപ്പൊ മെമ്മറി കാർഡ് അവിടെ പോയി. മെമ്മറി കാർഡ് അയാളെ കൂടെ കാർ കയറി പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഗബ്രിയലിന്റെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ, മെമ്മറി കാർഡ് നമ്മളെ കയ്യിലുള്ള രീതിയിൽ ഇവിടെ നിറഞ്ഞ ബാക്കി ഞാൻ പറഞ്ഞുതരാം. വാ വേഗം വാ.
നിങ്ങൾക്ക് വഴി അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ പോ. അയ്യോ പെട്ടു. ഇനി എന്ത് ചെയ്യും? നീ എന്താ ചിരിക്കുന്നത്? കരഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ചിരിക്കുക. അവനെ വിട്. ഞാൻ വരാം. ഡോർ തുറന്ന് തന്നാ മതി. അവിടെ പിടിക്കില്ല. எப்படி இருந்தது? நல்லா இருந்ததா? അടിപൊളി. നിങ്ങൾ മുന്നിൽ പോയി, ഞങ്ങൾ ബാക്കിൽ വരാം. താല്പര്യമില്ലേ? വേണ്ട. இந்த ரெண்டாளை தூக்கி வண்டியில போடுறான். മതി. ഇനി അവരൊന്നും ചെയ്യല്ലേ. എന്തിനാ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നേ? സാർ, ആ കാർഡ് ഞങ്ങളുടെ കിട്ടിയതാ. പക്ഷെ എവിടെയോ മിസ്സാச்சு. പോട്ടെ. அதோட விலை அறியுமாடா தெரியுமா? സാർ, ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. தரும் தரும் தந்திരിക്കും. ஆனா எத்தனை ദിവസத்துல தரும்? ഒരു കൊല്ലം. സാർ, ഒരാഴ്ച. 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 സാർ, ഫോൺ. ഹലോ, ഗബ്രിയൽ ജോനാഥൻ. എന്നാ പിന്നെ ഈ ഒരാഴ്ച ആദ്യം പറഞ്ഞാ പോരായിരുന്നോ? കുറച്ച് സാവകാശം കിട്ടും നോക്കിയതാ. സാവകാശം കിട്ടാൻ ഇതെന്നടാ, ബാങ്ക് ലോണാണോ? तुझे आधे घंटे में मेरे सामने देखना चाहता हूँ. Sure. ഒരു ഐഡിയ പറയും. മെമ്മറി കാർഡ് എടുക്കാനോ? അല്ല, ആ സ്വർണം പൂച്ച കാലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ.
गब्रियल आइए आइए। हेलो सर। बैठिए। थैंक यू। அப்பா गब्रियल सर சௌக்கியமா இருக்கா? I'm fine. நீங்க? Good. But not so good. என்னோட ஒரு கான்ஃபிடென்ஷியல் வீடியோ இந்த ஹோட்டல்ல இருந்து மிஸ் ஆயிடுச்சு. மிஸ் ஆயிடுச்சா? யாரோ பிளான் பண்ணித்தாவது பண்ணியிருக்காங்க. யாருன்னு தெரியாது. இதை பாருங்க. சார் எப்படியாவது எனக்கு அந்த மெமரி கார்டு திருப்பி வேணும். எனக்கு வேண்டது அந்த கார்டு மட்டுமில்லை, இந்த ஆபரேஷனுக்கு பின்னாடி யார் இருந்தாலும் எனக்கு அவனை வேணும். பண்ணல சார், ஆனால் ஐ நீட் சம் டைம். ஏய், இதெல்லாம் ஃபியூச்சர்டா, கரியர் பிரச்சனைடா. ஏதாவது இம்மீடியட்டா பண்ணலன்னா ஐ வில் பி டூம்ட். இதை பாரு, உனக்கு எவ்வளவு பணம் வேணாலும் நான் தருவேன். டூ திஸ் ஃபார் மீ. ஓகே சார், I'll definitely do it. நான் பண்ணி தரேன் சார். Thank you, Gabriel. Okay. So it's all up to you. Yeah, sure. Follow. Sir. എടടിക്കറു നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്ലിപ്പ് കിട്ടാണ്ട്. ഈ ചാവാറായ മന്ത്രിയുടെ ക്ലിപ്പ് എന്തിനാ ഇയാൾക്കെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി വെറൈറ്റി ക്ലിപ്പിന്റെ കളക്ഷൻ എങ്ങാനുണ്ടോ? അല്ല, പറയാൻ പറ്റില്ല. ഇതിന് പൈസ ഉള്ള ക്ലിപ്പിന്റെ ആവശ്യം എന്താ? പോത്തെ ഈ ക്ലിപ്പ് വെച്ച് ആ മന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാനുള്ള പരിപാടിയാ ഇവന്റെ. എന്നാ പിന്നെ ആ ബ്ലാക്ക് മെയിലിംഗ് നമുക്ക് നേരിട്ട് ചെയ്താ പോരേനോ? കിട്ടി ഇടിയൊന്നും നിനക്ക് പോരെ? അത് ശരിയാ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കും. കൊടുക്കണടാ, 8ന്റെ പണി തന്നെ കൊടുക്കണം. നീ എന്ത് പണിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനും അവന്റെ പേഴ്സ് അടിച്ചു മാറ്റും. പേഴ്സ് പോയി അണ്ണാനെ പോലെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. ഉഗ്രം പണി. നീ ലോക തോൽവിയാടാ. Hey, sorry brothers, sorry. Hey, cool. நான் கொஞ்சம் டென்ஷனா இருந்தேன். இப்போ மைண்ட் ஃப்ரீ ஆச்சு. நான் சீரியஸா ஒரு விஷயம் சொல்லணுமா? சொல்லி கிடிக்காத மாதிரி. இல்ல, அந்த மிஸ் ஆன கார்டு இருக்குல்ல, அந்த கார்டு எனக்கு திருப்பி வேணும். மனசுல அந்த கார்டு கிடைக்கக்கூடிய எல்லா டீடைல்ஸும் ஹோட்டல்ல இருந்து கதிர் கலெக்ட் பண்ணி தருவார். கதிர்? எஸ் சார். ஓகே, இனி இன்னொரு விஷயம் சொல்றேன். அந்த கார்டு மட்டும் கிடைச்சிருச்சுன்னா உங்க லெவலே மாறிடும். லெவலோ? நீங்கள 2 பேர்ட லைஃபே சேஞ்ச் ஆயிடும். ஓகே, திங்க். Jenny, come on. That means സാവിയോടെ കയ്യിൽ നിന്ന് കാശടിക്കാൻ ഗബ്രിയേൽ ഏൽപ്പിച്ച കൊട്ടേഷൻ അൺകണ്ടീഷണലായിട്ട് മന്ത്രി തന്നെ ഗബ്രിയേലിനെ ഏൽപ്പിക്കുന്നു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അവരുടെ ടാർഗറ്റ് പ്രിയ അല്ല. പ്രിയയോട് അടുപ്പം കാണിച്ച് എങ്ങനെയെങ്കിലും ആ മെമ്മറി കാർഡ് തട്ടിയെടുക്കുക, അത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ അങ്ങ് അറസ്റ്റ് ചെയ്തൂടെ? ലക്ഷ്യം എന്തായാലും അവന്റെ പ്രസൻസ് പ്രിയയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയയുടെ മുന്നിൽ വെച്ചുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത്. അതല്ലാതെ വേണം നമുക്ക് അവരെ പൂട്ടാൻ വിത്ത് കാർഡ്. എന്തായാലും അവരെ സമ്മതിക്കണം. എത്ര വിദഗ്ധമായാണ് അവർ സാറിന്റെ വില്ലയിൽ കയറി പറ്റിയത്. ഒരാൾ സഹായം ഇല്ലാതെ അവർക്ക് അതിന് പറ്റില്ല. ആ വില്ലയെ താമസിക്കുന്നവരോ അല്ലെ ആ വില്ലയുമായി അടുത്ത ബന്ധമുള്ള ആരോ ഒരാൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് അവർ എടുത്തിട്ടുണ്ടാവും. അതെടുത്തിരുന്നെങ്കിൽ അമ്മാരപ്പം തന്നെ സ്ഥലം വിട്ടാനെ. ഇന്ന് വൈകിട്ടത്തെ ആനിവേഴ്സറി പ്രോഗ്രാമിനിടയ്ക്ക് രക്ഷപ്പെടാനായിരിക്കും അവരുടെ പ്ലാൻ. അതിനു മുൻപ് നമുക്ക് ആ കാർഡ് കൈക്കലാക്കാം. ഇനി ആ കാർഡാണ് ഈ കളിയിലെ നമ്മുടെ ട്രംപ് കാർഡ്. ഉറപ്പായിട്ടും. ഇന്ന് വൈകിട്ടാ പരിപാടി. എനിക്കറിയാം. മുകളിലേക്ക് കയറിയണത്. ഇങ്ങോട്ട് താ. ആ വയറിന്റെ കുരുക്കഴിച്ച്.
കളിച്ചത് മതി. ഇനി അങ്കിൾ ഒരു കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്ത് രണ്ട് കുറുക്കന്മാരുണ്ടായിരുന്നു. ഒരു വലിയ കുറുക്കനും ഒരു കുഞ്ഞു കുറുക്കനും. ഒരു ദിവസം അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു വലിയ മടക്കുള്ളിൽ കിടന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിൽ നിന്നും ഒരു നിധി കട്ടെടുക്കണം. ബുദ്ധിമാനായ കുഞ്ഞുകുറുക്കൻ ഒരു വിധത്തിൽ ആ മടക്കുള്ളിൽ കയറിപ്പറ്റി. പക്ഷെ അവൻ അറിഞ്ഞില്ല അതൊരു പുലിയുടെ മടയാണ്. ഡിക്രോസായി ആ മെമ്മറി കാർഡ് പറ. മര്യാദയ്ക്ക് തരുന്ന നിനക്ക് നല്ലത്. എവിടെയാണത് വെച്ചത്? ഇക്കളെടുത്തല്ലേ? എന്തിനാ പെൺകുട്ടി ഇങ്ങനെ കരയിപ്പിക്കുന്നത്? എന്തടോ അയ്യോ മോനെ കരയില്ല മോനെ. നമുക്ക് അങ്കിളിനെ ഇരുട്ടത്ത് കിടത്തിട്ടേ വെളിച്ചത്ത് ചോറ് കൊടുക്കാട്ടോ. പോന്നേട്ടാ ചുമ്മാ. അങ്കിള് പോയല്ലോ, പെൺകുട്ട കരയണ്ട കേട്ടോ. നമുക്ക് പുറത്തു പോയിട്ട് കളിക്കാം. അതറിയില്ല. എന്തായാലും കാർഡ് മിസ്സിംഗ്. പനിയുണ്ടോ നോക്കാം. കുറുനരി വരുന്നുണ്ടേ. കുറുനരി വരുന്നുണ്ടേ. കുറുനരി വന്നേ. മോഷ്ടിക്കാൻ പോണേ. കുറുനരി അടുത്തേക്ക് വരുന്നുണ്ടേ. കുറുനരി അടുത്തേക്ക് വന്നേ. മോഷ്ടിക്കാൻ പോണേ. മോഷ്ടിച്ചേ. എന്തേ എന്ത് പറ്റി? ബാഗോ? അയ്യോ അത് വലുതാ. ഒരു മിനിറ്റ് പറഞ്ഞു കൊണ്ടുവരാ. മോന് പറ്റിയ ബാഗ്. നോക്ക് മിക്കി മൗസ്. മോന് ഇഷ്ടമുള്ള ബാഗ് ഇത് വെച്ച് കളിക്കാം. വണ്ടി വരുന്നു. ആര് വന്നിട്ടുണ്ട്? ഇപ്പൊ വരാം കേട്ടോ. മോൻ വണ്ടി ഓടിച്ച് കളിച്ചോളൂ കേട്ടോ. ശരി. അയ്യേ ഇതൊന്നും വായിലിടരുത്. നമുക്ക് ലോൺ കൊണ്ട് എടുപ്പിക്കാം. ആണോ? യെസ്, ഞാനിവിടെ ഉണ്ടാവും. വന്നോളൂ. ഇപ്പൊ തന്നെ നമുക്ക് അവനെ പോക്കാം. ഓക്കെ. അവന്മാരെ കുട്ടി എല്ലാ വീട്ടിലും പോയി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ നിങ്ങൾ രണ്ടുപേരും അവിടെ നോക്കിക്കോളൂ. ഓക്കെ. ചേച്ചി നമ്മൾ TV കൊണ്ടുപോകട്ടെ. നാണക്കേടായി. വല്ലാത്തൊരു ചീറ്റിംഗ് ആയിപ്പോയി. എടാ പോത്തെ താഴ്ത്തിട്ട് പൊട്ടിക്കലടാ. എന്റെ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ.
വല്ലവന്റെ മുതൽ മോട്ടിച്ചെടുത്തിട്ട് അതെങ്ങനെയാണ് നിന്റെ കഷ്ടപ്പാടാ? സാറേ മോഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാ. സംശയം സാറൊന്ന് ചെയ്തു നോക്ക്. മിണ്ടരുത്. ഇത് എന്തൊരു കഷ്ടം സാറേ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അവനെ പേരും കള്ളനാ. ഈ സിറ്റിയിലെ പല VIP-കളും താമസിക്കുന്ന വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും ഇവ മോട്ടിച്ചെടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ റിക്കവർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു തന്നേക്കും. ഇല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. ഉണ്ടോ? നമ്മുടെ വീര നിനക്കൊക്കെ മാന്യമായിട്ട് ജീവിച്ചുവിടാ. വില്ലയുടെ പേര് കളയാനായിട്ട്. സാറേ ചെറിയ വണ്ടി പറ്റില്ലട്ടോ, വലിയ വണ്ടി വിളിക്കേണ്ടി വരും. ഞാൻ ഈ സാറിന് ട്രെഡ്മില്ലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കയറ്റണ്ടേ? വലിയ വണ്ടി എന്തായാലും വേണം. സാറിനോട് മിണ്ടരുതെന്ന്. സാറിനോടല്ല നിന്നോടാ പറഞ്ഞു. എന്നോടാ സാറേ. സാറ് പിടിക്കൂ. സാറേ ഇത് മോഷണമൊന്നുമല്ല, എനിക്കിത് ചെസ് കളിയാ. സാറിന്റെ വീട്ടിലെ സാധനം എടുത്ത് ആ സാറിന്റെ വീട്ടിൽ വെക്കും, ആ സാറിന്റെ വീട്ടിൽ നിന്ന് ഈ സാറിന്റെ വീട്ടിലേക്ക് വെക്കും. അതുകൊണ്ടാ പറഞ്ഞത് വിശ്വനാഥാനന്ദ പോലും എന്റെ അടുത്ത് തോറ്റുപോകും. അയ്യോ 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 അമ്മേ അയ്യോ അയ്യോ തല്ലല്ലേ സാറേ. അയ്യോ 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 പോലീസുകാരന്റെ മൂക്കിന് നടക്കുന്ന ഉടായ്പ കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. നീ എന്താ വിചാരിച്ചത്? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണോ? അങ്ങോട്ട് നടക്കാം. വേഗം AC ഉണ്ടല്ലോ വണ്ടി. അങ്ങോട്ട് കേറാം. അനിൽ സാറെ വല്ലയിടത്ത് കൊണ്ടുപോണോ? ഇന്ന് ഫംഗ്ഷൻ കഴിയുന്നവരെ നീ ഇവിടുന്ന് പുറത്തു പോകരുത്. ടിക്രുവിനെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് സ്മാർട്ട്നെസ് ഒന്നും കാണിക്കല്ലേ, മനസ്സിലായല്ലോ? ഇവന്മാരെ ഇവിടെ കയറ്റിയത് നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തും ജോമോനാണെന്നുള്ളതിന്റെ ഫുൾ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ അവനെ ടഫായിട്ട് ചോദ്യം ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഹായ് സാർ. പ്രോഗ്രാം തുടങ്ങാൻ സമയം അതിനു മുന്നേ സാറിന്റെ റിലേ പോയി. അത് ശരിയാ. சார் இதான் அந்த வில்ல கொச்சியில் இந்த இடத்துல தான் தங்கியிருக்கா. வெயிட். அந்த மெமரி கார்டு கிடைச்சாச்சு. ஒரு சின்ன ஒரு ப்ராப்ளம் இருக்கு. நம்ம இன்னைக்கே கொச்சினில் போனோம். ஃப்ளைட் டிக்கெட் புக் பண்ணிடு. எஸ் சார். பட் அந்த மெமரி கார்டு நம்ம கையில் கிடைச்ச உடனே 2 பேரும் தேர்தல் இன்னொரு டபுள் கேம் வேணும். யூ அண்டர்ஸ்டாண்ட்? டன். ഈ വില്ലെ താമസിക്കുന്നവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് അവരുടെ പേഴ്സണൽ ID ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അവരെ അകത്തേക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ വാശി പിടിക്കുന്നവന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ടേ.
ഏട്ടൻ ഫാൻസി ഡ്രസ്സിന്റെ സാധനം മേടിക്കാൻ പുറത്തു പോകുന്നു. വാ അങ്കിളോട്ട് ശ്ശോ. ആ വേണ്ട 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 ശരി 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 ഏട്ടൻ പോയിട്ട് വേഗം വരും കേട്ടോ. മാറാട്ടം തക്കിട്ട തക്കിട്ടത്താ, കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ടത്താ. എന്തെല്ലാം രംഗങ്ങൾ എന്തെല്ലാം അംഗങ്ങൾ ജയിക്കണം ഒരിക്കലീ ലോകത്തെന്നാശിച്ചാല്. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. ഒരുവനിവിടെയാടിടുന്ന വേഷം വേഷം, അതിനു പിറകിലുള്ളതേതൊരുന്നം ഉന്നം. നിധിയെ വെല്ലുവാനോ നിധിയെടുക്കുവാനോ നീളെ നീളും പോരാട്ടങ്ങൾ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. നുണകൾ പണിത കോട്ടയുള്ളിൽ വാഴുന്നോരെ, തെളിയും ഇവിടെ സൂര്യനായി നാളെ സത്യം. ഇനിയും എത്ര നേരം ഇനിയും എത്ര ദൂരം ചായം മായ്ക്കാൻ വേഷം മാറാൻ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. ആട്ടം മാറാട്ടം തക്കിട്ട തക്കിട്ടത്താ, കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ടത്താ. എന്തെല്ലാം രംഗങ്ങൾ എന്തെല്ലാം അംഗങ്ങൾ ജയിക്കണം ഒരിക്കലീ ലോകത്തെന്നാശിച്ചാല്. പെൺകുട്ടാ നന്നായി പെർഫോം ചെയ്യണേ. പ്രാർത്ഥിക്കാട്ടോ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. നന്ദിട്ടാ വാ, നെക്സ്റ്റ് പ്രോഗ്രാം എവിടെയാ? ഞാൻ ഇവനോട് നിൽക്കാം. ഒന്ന് വേഗം വാ. അല്ല വാന്ന്. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. നമ്മളെ ജോമോന് കിട്ടിയിട്ട് കണ്ടില്ലേ, കാടും വേണ്ട ഒരു കുന്തും വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇനി അതേ വഴിയുള്ളൂ. അടുത്തതായി നമ്മുടെ കിൻഡർ ഗാർഡന്റെ അധ്യാപകൻ സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിന്റെ അനുജൻ ബെന്നും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു 2 ആക്ട് പ്ലേ.
താൻ പോയിട്ട് പവർ ഫെയിൽ കാര്യം നോക്കാം. ചെല്ല്. എന്താ സാറന്മാരെ താരതോടെ അല്ല മ്യൂസിക്കിന്റെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നാ സബാൻ സാർ പറഞ്ഞിരിക്കണത്. താരോട്ട് മാറിക്കണോ? ആ സാർമാർക്ക് അങ്ങനെ പറയാ. സബാൻ സാറേ ഭയങ്കര ചൂടിനാണ്. മാറി നിക്കണം അങ്ങോട്ട്. എന്നാടാ വാടാ. ഇവരെന്താ കൊട്ടേഷന്റെ ഹോൾസെയിൽ ഡീലറാണ്, എല്ലാ ജില്ലയിലുണ്ടല്ലോ. അവനെ സീക്രം ഇത് എന്നടാ ഇത്? അത് ഫാൻസി ഡ്രസ്. എന്നെ ഏമാത്ത പാക്രിയാ? ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരികയെന്ന്. മതിൽ ചാടിയാ? അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. കാടെങ്കിരിക്കടാ. ഒരാഴ്ച സമയം തന്ന കാടും ഡിക്കുറിനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വിളിച്ചു വരുത്തി എന്നെ കളിയാക്കണ. വിളിച്ചു വരുത്തിയ? ആര് വിളിച്ചു വരുത്തി? സോറി ഗബ്രിയൽ, സെബാന്റെ ഫോണിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചാൽ ഞാനാ. ആ ഫോണിൽ ഇതാ. ഒരു ചെറിയ ഫ്രോഡ് പണി. നിന്റെ ഗോവ പോലീസിനെ പോലല്ല കേരള പോലീസ്. കള്ളന്മാരെ കൊടുക്കാൻ ഇതുപോലെ ചില ചെറിയ പൊടിക്കയൊക്കെ പ്രയോഗിക്കും, അല്ലേടോ? See, I can give you money. Okay? ഓ വേണ്ട, പോലീസിലൊക്കെ ഇപ്പൊ നല്ല ശമ്പളമാകും. ബേസിക്കലി ഞങ്ങൾ മലയാളീസ് നല്ല ആദിത്യ മര്യാദ ഉള്ളവരാണ്. പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് പിൽസും LSD കൊടുക്കുന്നത് നിനക്ക് തരാൻ ഞങ്ങളുടെ ഒരു സാധനം, നല്ല ചപ്പാത്തി ചിക്കൻ കറി. അങ്ങ് ജയിലില് പോയാലോ? You double cross me, right? No, no. ഇതൊക്കെ നന്ദസ്തന്റെ കളിയാ. Well played. Well played, well played. ஆனா நீங்களுக்கு என்ன அதிக நாள் ஜெயில போட முடியாது. ഗോവയിലെ എന്നോട് കണക്ഷൻസ് ഉനക്ക് தெரியும்ல. നീ ഡബിൾ ക്രോസ് ചെയ്തല്ല മിനിസ്റ്റർ സാവിയോക്ക് അറിയാം. പിന്നെ നീ ഇനി കിടക്കാൻ വന്ന് ഗോവയിലല്ല, ഇവിടെയാ കേരളത്തിൽ. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ നീ സേഫാ. അതെ, ഒരു 10-15 കൊല്ലത്തിന് ഞാൻ ഗ്യാരണ്ടി. ദേവരാജ്, അവരെ അറസ്റ്റ് ചെയ്തോ? സാറേ, എന്റെ കൂടെയുള്ള ഡിക്കുറിനെ കാണാനില്ല. ഓനില്ലാതെ ജയിലിൽ കിടക്കാൻ എനിക്ക് പേടിയാ. അവനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാക്ഷി പറയാൻ എനിക്ക് നീ മതി. വാ. അവിടെ നിന്നാണോ വന്നേ? ഇവൻ എന്നെ കളഞ്ഞിട്ട് പോയോ?
ആരുമില്ല കൂടെ. പാവം. ഈ രാത്രിയിൽ ഇതാരാ ഇതിനെ ഒറ്റയ്ക്ക് വിട്ടത്? മോള് പേടിച്ചു പോയോ? ഇല്ല, ഒന്നും പറ്റില്ല. പേരെന്താ മോളുടെ? മോൾ എവിടുന്നാ വന്നേ? മോളുടെ പേരെന്താ? പേര് പറ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പേടിക്കണ്ട കേട്ടോ. ചേട്ടാ, വയ്യാത്ത കുട്ടിയാന്ന് തോന്നുന്നേട്ടോ. നമുക്കൊരു കാര്യം ചെയ്താലോ? സ്റ്റേഷനിൽ എത്തിച്ചാലോ? ആ, അത് മതി. അങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് കയറിക്കാം. കാണുമ്പോലെ അല്ലടി 100 കിലോ വെയിറ്റ് ഉണ്ട്. നേരെ എടുത്ത് സ്റ്റേഷനിൽ വിടാം. ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, നമുക്ക് പോവാം. അയ്യോ, കാണിന് ചോര വരുന്നുണ്ട് കേട്ടോ. അത് സാരല്ല, ചെറിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം. നീ കുഴപ്പമില്ല ഏട്ടാ. എന്ത് പെൺകുട്ട വായിലിട്ടത്? തുപ്പ് തുപ്പ് തുപ്പ്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടോ? ഇപ്പഴാ? ആ പറ. ഇതിന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ. ഇതാ പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടിയ മെമ്മറി കാർഡുമായി സെബാനില്ലാതെ ഡിക്രൂസ് യാത്രയായി. മറ്റൊരിടത്തുകൂടി തലവേദനയായി. യാത്രകൾ ഇനിയും തുടരും. കണ്ണില് കണ്ണിനുള്ളില് വാനവില്ലിൻ മിന്നല്, നെഞ്ചില് ഈ നെഞ്ചിനുള്ളില് ചൂളം മൂളും തെന്നല്, ഏതോ കനവാകെ മിഴിവാതിൽ പടിയേറി ചേർന്നുവോ ഈറനായി മെല്ലെ മാഞ്ഞുവോ. തുമ്പാലയുന്നുണ്ടേ മോഹങ്ങൾ, ഈ നെഞ്ചോരത്തായി കൂടുന്നുണ്ടേ ദാഹങ്ങൾ, ഈ മൂവന്തി പെണ്ണും ചേരുന്നുണ്ടേ തീരങ്ങൾ, കാലം മാറ്റും കോലങ്ങൾ, ഈ മണ്ണിൽ ഓരോരോ വേഷം മാടും ജന്മങ്ങൾ, പാടും നീതാരോ ദൂരെ ഉള്ളങ്ങൾ പൊള്ളുന്നേ രാവിന്റെ മാറിൽ. പകലിനു വിടയേകി വാനം ചെറുചിരിയേ